സഹാബികൾ ചെയ്യണമെന്നില്ല ദീനാകാൻ. പിന്നെ ആര് ചെയ്യണോ, ഉസ്താദോ കാന്തവരോ ആര് ചെയ്താൽ അങ്ങക്ക് ദീനാവുക? ആ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പോൾ ചാടി ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാകൂന്നില്ല. ഒരു കാര്യം സഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല. ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാമല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാമല്ലാത്തത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു, ഇവിടെ എത്തുന്നു നമ്മുടെ സമുദായം. നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരമായി നേരിടുകയാണ്. ആ നേരിടുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആർക്ക്? വലിയ ഹോജാക്കന്മാർക്ക്. ഇവരുടെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ മുട്ടൊരു ചങ്ങായത്. നിങ്ങൾ ആലോചിക്കണം, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പോ സഹിക്കുന്നില്ല. അപ്പൊ നബിയെ തള്ളിക്കളഞ്ഞു. നബി പറയണ്ട, നബി പ്രവർത്തിക്കണ്ട, മൗനാനുവാദം നൽകണ്ട. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടായത് നബി പഠിപ്പിക്കാത്ത എന്ത് ഇസ്ലാമടോ? ഏത് ഇസ്ലാം? നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം? സഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം? ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ടിവിയും അതുപോലെ മോണിറ്ററും, അതാണോ അത്? ഹദ്ദാദുർ റാത്തീബ് നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ മോണിറ്റർ ഉണ്ടോന്നായോ? ഇവനൊന്നും വിവരല്ലേ? എന്താ ഈ കൗമിന്റെ അവസ്ഥ? TK ഹംസ വെറുതെ പറഞ്ഞല്ല, ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഇന്റർവ്യൂല് പറഞ്ഞതാ. AP സുന്നിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? ഖിയാമത്ത് നാൾ വരെ നന്നാവുന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെ മതത്തിൽ ഓരോന്നുണ്ടാക്കല് മോണിറ്ററുള്ള പോലെയാ? ആണോ? കമ്പ്യൂട്ടറും വാച്ചും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണോ? ആണോ? സുബൈക്കുള്ള ഖുനൂത്തും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയും നബിദിനവും ഉറൂസും ഒക്കെ മോണിറ്റർ ഉണ്ടായ മാതിരി ഉണ്ടായതാ? ആണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബിദിനം കഴിക്കാത്തവൻ എന്താ പറയലു? ഓനാരാ? ഓൻ നബീനെ ധിക്കരിച്ചോന്നല്ലേ? മോണിറ്റർ വാങ്ങാത്തവൻ നബീനെ ധിക്കരിച്ചോന്നോ ആരെങ്കിലും? വളരെ സിമ്പിളായി ഏറിച്ചാൽ ഒരാൾക്ക് കമ്പ്യൂട്ടറിൽ നേരിച്ചോ കാഫറാകുവോ? നേരെ മറിച്ച് നബിദിനം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ ആരാ? നബി വിരോധി അല്ലേ? മോണിറ്റർ ഇല്ലാത്തൊരുത്തേൻ സുന്നി മുജാഹിദ് ആവോ? എന്താ ഈ പറയുന്നത്? അപ്പൊ മോണിറ്ററിൽ കാഫറോ? എന്ത് ഈ വീട്ടിനോടൊക്കെ ആരെങ്കിലും ഇത് ജനങ്ങൾക്ക് മനസ്സിലാൻ പറയാം. ഇവന്റെ ഒക്കെ തലച്ചോറിൽ എന്താ ഉള്ളത് അല്ലാഹ്ക്കേ അറിയൂ. വെറുതെ ആയിരിക്കുമല്ലോ ടീച്ചർ ഭരിഞ്ഞ് കെട്ടുന്ന തലക്ക്. ഭയങ്കര കെട്ട്, ഭയങ്കര കെട്ട്. അവിടെ കെട്ട് ഇടക്കിടക്ക് തുറന്നുകൊണ്ടാണ് പല ആളുകളും മുജാഹിദ് ഉസ്താദിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന ഉസ്താദൊക്കെയുള്ള ആളുകൾ. ആലോചിച്ചു, ഇത് ഈ കൗമ് ഇങ്ങോട്ട് കടക്കരുതെന്നാ. എന്തൊരു ചിന്തയാണ് ഈ കൗമിന്? ഈ കൗമിന്റെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾ ആലോചിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്യേണ്ട അങ്ങനെയാണോ? ദീനിലെ ഏതൊരു കാര്യവും മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ രണ്ട് പോയിന്റുകൾ ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോന്ന് ചോദിക്കുമ്പോഴേക്ക് ചാടി വീണ്ട. കാരണം നബി ചെയ്യണമെന്നില്ല ദീനിൽ തെളിവാകാൻ. അപ്പൊ ഏതാ ദീൻ? നബി പഠിപ്പിക്കാത്ത ഏതാ ദീൻ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും എന്ന് പറഞ്ഞ് റസൂലിലൂടെ പൂർത്തീകരിച്ച ആ ദീൻ, ആ ദീനിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ഫഅലൽ മുഅ്മിനി. ഇത് ആരുടെ ഉദ്ധരണി എന്നറിയോ? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗനിയത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത് അറിയോ? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ.
ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് എന്ത്? സുന്നത്ത് ജമാഅത്തിനെ പിന്തുടരുക എന്നത്. അസ്സുന്നത്തും മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ചര്യയാക്കിയതാണ്. മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഹാബികൾ ഇജ്മാ ആയി പറഞ്ഞത് അതാ ദീന്, അതേ ദീന് എന്ന് പറയൂ.